സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയുടെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര ഓൺലൈൻ യോഗം ചേരും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ എല്ലാ ജില്ലകൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. മെറിറ്റ് അലോട്ട്മെന്റിന് ആദ്യ ഓപ്ഷനായി റോയൽ കോളേജ് സെലക്ട് ചെയ്യൂ. കോളേജ് കോഡ് RCE, അക്കിക്കാവ്, പെരുമ്പിലാവ്. അഡ്മിഷനായി ഇന്ന് തന്നെ ബന്ധപ്പെടൂ. കോട്ടയം ജില്ലയിൽ NDRF സംഘത്തെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ മഴയുടെ തോതിൽ ചെറിയ കുറവുണ്ടെങ്കിലും കനത്ത മുൻകരുതലുകൾ തുടരുകയാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് തുടങ്ങിയ വടക്കൻ മേഖലകളിൽ രാവിലെ മുതൽ ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കനത്ത കാറ്റിനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ശക്തമായ മഴയാണ് പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ മഴയാണ് ഈ ജില്ലകളിലൊക്കെ തന്നെ ലഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള അളവിലുള്ള മഴയാണ് പലയിടത്തും, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ ലഭിച്ചത്. റാന്നി, നേര്യമംഗലം 200 mm ആണ് മഴ റിപ്പോർട്ട് ചെയ്തത്. 200 mm മുകളിൽ 357 വരെ അത്തിക്കയം, വടശ്ശേരിക്കര, അതുപോലെ തന്നെ തെക്കേക്കര ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലും റോഡിലേക്ക് മണ്ണ് വീണ് ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട്. കോഡൂർ നൂറാടി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞ് തടസ്സപ്പെട്ട ഗതാഗതം ഉടൻ തന്നെ നീക്കം ചെയ്ത് പുനഃസ്ഥാപിച്ചു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ, മലപ്പുറം.